ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ആത്മീയതയുടെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് സ്വല്പം ചിന്തിക്കാം. എന്താണ് ആത്മീയതയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ? ഈ ആത്മീയതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആഴമേറിയ ദൈവവിശ്വാസവും അതിൽ നിന്നും ഉരുത്തിരിയുന്ന സുദൃഢമായ ദൈവാശ്രയബോധവുമാണ്. ആത്മീയതയുടെ വളർച്ചയ്ക്ക് ഉതകുന്ന ഒരു അടിസ്ഥാന ഭാവം ശക്തമായ മുന്നറിയിപ്പായിട്ട് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് ലേഖനം 6-ാം അധ്യായം 7 മുതൽ 10 വരെ തിരുവചനങ്ങളിലൂടെ നമ്മളെ ഉദ്ബോധിപ്പിക്കുക. ഇപ്രകാരം പറയുന്നുണ്ട്, തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു: നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, നിങ്ങൾക്ക് വ്യാമോഹമൊന്നും വേണ്ട. ദൈവത്തെ നിങ്ങൾക്ക് കബളിപ്പിക്കാനാവത്തില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ നിന്ന് വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്നും കൊയ്തെടുക്കും. ആത്മാവിൽ നിന്നും വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തുവെടുക്കും. നന്മ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം നമുക്ക് വിളവെടുക്കാം. ആകയാൽ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് സകല മനുഷ്യർക്കും, പ്രത്യേകിച്ച് വിശ്വാസത്താൽ ഓരോ കുടുംബത്തിനും അംഗങ്ങളായവർക്ക് നമുക്ക് നന്മ ചെയ്യാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നന്മ ചെയ്യുന്നതിലാണ് ജീവിതത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും പൗലോസ് ശ്ലീഹ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, പൗലോസ് ശ്ലീഹ കണ്ടെത്തുന്നത്. നന്മ ചെയ്യുന്നതിൻ്റെ വ്യാപ്തി 2 പരിമാണങ്ങൾ ഉൾക്കൊള്ളുന്നു. ഈ പരിമാണങ്ങൾ രണ്ടും മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തികളിലും ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത് മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്ന്. ഇതൊരു പ്രകൃതി നിയമമാണ് പ്രിയപ്പെട്ടവരെ. ഈ പ്രകൃതി നിയമം മാറ്റാൻ നമുക്ക് സാധിക്കത്തില്ല. ആ നിയമം നടന്നേ പറ്റുകയുള്ളൂ. പ്രകൃതി നിയമം അത് സംഭവിച്ചേ പറ്റുകയുള്ളൂ. ഈ നിയമത്തിനും വ്യാപ്തികൾക്കുമെല്ലാം മനുഷ്യപ്രവൃത്തികളും വിധേയമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് ലേഖനം 6-ാം അധ്യായം 4-ാം തിരുവചനത്തിലൂടെ ഇപ്രകാരം നമ്മളോട് പറയുക. പൗലോസ് ശ്ലീഹ പ്രകാരം പറയുന്നു: എന്നാൽ ഓരോ വ്യക്തിയും സ്വന്തം ചെയ്തികൾ വിലയിരുത്തട്ടെ. ഓരോ വ്യക്തിയും അവനവൻ്റെ ചെയ്തികൾ വിലയിരുത്തട്ടെ. അപ്പോൾ അവന് അഭിമാനത്തിനുള്ള വക അവനിൽ തന്നെ ആയിരിക്കും, മറ്റുള്ളവരിലും ആയിരിക്കുകയില്ല എന്ന് പൗലോസ് ശ്ലീഹ ഇവിടെ പറയുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഓരോ വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ വ്യക്തികളുടെ പ്രവൃത്തികൾ കണ്ടിട്ടാണ്. ആ പ്രവൃത്തി ഫലങ്ങളിൽ നിന്നാണ് നമ്മൾ ആ വ്യക്തികളെ മനസ്സിലാക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 16 മുതൽ 19 തിരുവചനങ്ങൾ പ്രകാരം പറയുന്നുണ്ട്, ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറില്ലല്ലോ. നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും പുറപ്പെടുവിക്കുന്നു. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയുമെന്ന് ഈശോ നമ്മളോട് പറയുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ വീണ്ടും കടന്നിയല്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 33 മുതൽ 37 വരെ തിരുവചനങ്ങൾ പറയുന്നു: ഒന്നുകിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത; വൃക്ഷം നല്ലത്, ഫലവും നല്ലത്. ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുക. അന്നലെ സന്തതികളെ, അത് വീണ്ടും പറയുക, അന്നലെ സന്തതികളെ, ദുഷ്ടരായിരിക്കാൻ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുക. നല്ല മനുഷ്യർ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്നും നന്മ പുറപ്പെടുവിക്കുന്നു, ദുഷ്ടരാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്നും തിന്മ പുറപ്പെടുവിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ അവൻ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ശബ്ദം കേൾക്കുമ്പോൾ ശബ്ദത്തിനൊരു പ്രതിശബ്ദമുണ്ട്, എതിർ ശബ്ദമുണ്ട്, ശബ്ദത്തിന് പ്രതിധ്വനിയുണ്ട്. മനുഷ്യനും എല്ലാ വസ്തുക്കൾക്കും നിഴലുണ്ട്. മനുഷ്യൻ വെയിലത്ത് നിന്നാൽ അവന് നിഴലുണ്ട്. ഒരു വസ്തു കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആ വസ്തുവിന് നിഴലുണ്ട്. അടിച്ച് തിരിച്ചടിയുണ്ട്. ആകർഷണത്തിന് വികർഷണമുണ്ട്. പ്രകാശത്തിനെതിരെ അന്ധകാരമുണ്ട്. നന്മയ്ക്കെതിരെ തിന്മയുണ്ട്. അധികവുമുണ്ട്, കുറവുമുണ്ട്. അധികമുണ്ട്, എവിടെ അധികമുണ്ടോ അവിടെ അത്രയ്ക്കും കുറവുമുണ്ട്. ചൂടുണ്ട്, ചൂടിന് വിരുദ്ധമായിട്ട് തണുപ്പുണ്ട്. തൃപ്തി എവിടെയുണ്ടോ അവിടെ അതൃപ്തിയുണ്ട്. ദുഷ്ടൻ എവിടെയുണ്ട് അവിടെ ശിഷ്ടനുണ്ട്. കോപം എവിടെയുണ്ട് അവിടെ ശാന്തതയുണ്ട്. സത്യം എവിടെയുണ്ട് അവിടെ മിഥ്യയുണ്ട്. കുന്നെവിടെയുണ്ട് അവിടെ താഴ്വരയുണ്ട്. മരുഭൂമി എവിടെയുണ്ടോ അവിടെ ജലാശയമുണ്ട്. വെയിൽ എവിടെയുണ്ടോ അവിടെ മഴയുണ്ട്. വരൾച്ച എവിടെയുണ്ട് അവിടെ വെള്ളപ്പൊക്കമുണ്ട്. ദുഃഖശനിയാഴ്ചയുണ്ടോ അവിടെ ഉയർപ്പ് ഞായറാഴ്ചയുണ്ട്. പോസിറ്റീവ് എവിടെയുണ്ട് അവിടെ നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ഭാവാത്മകമോ നിഷേധാത്മകവുമായ ഫലങ്ങൾ ഉണ്ടാക്കും. പാപാത്മകമായ ഫലങ്ങൾ ഉളവാക്കാൻ പാപാത്മകമായ പ്രവൃത്തികൾ തന്നെ വേണം. നന്മ വിതച്ച് നന്മ കൊയ്യാൻ പറ്റണം. അങ്ങനെ നന്മ ചെയ്യുന്നതിന് മടുപ്പ് തോന്നാതിരിക്കണം. പാപാത്മകമായ ചിന്തകളും പ്രവർത്തനങ്ങളും വേണം. നമ്മുടെ പ്രവൃത്തി എന്തായിരുന്നാലും അവ എന്നും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും.
നമ്മൾ എവിടെ പോയാലും നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ പുറകെ നിഴൽ പോലെ പിന്തുടരും. നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ സന്തോഷമുണ്ടാകും, സംതൃപ്തി ഉണ്ടാകും, അത് പ്രത്യാശ നമ്മൾ വളർത്തും. നമ്മൾ തിന്മ ചെയ്യുമ്പോൾ നമ്മൾ കുറ്റബോധം ഉണ്ടാകും, നിരാശയുണ്ടാകും, അശാന്തി ഉണ്ടാകും. ഇനി എന്ത് ചെയ്യാനാന്ന് ഓർത്ത് ഇങ്ങനെ അസ്വസ്ഥതകളാൽ നമ്മൾ മുന്നോട്ട് കഴിഞ്ഞു പോകുന്ന അവസ്ഥ കടന്നു വരും. അപ്പോൾ എന്ത് ചെയ്യണം? തിന്മയുടെ ഈ തലങ്ങൾ വിട്ടൊഴിഞ്ഞു വേണം നന്മയിൽ നിരന്തരം നമ്മൾ വളരുവാൻ. തിന്മ പ്രവർത്തിച്ചാൽ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കാതെ നിവൃത്തിയില്ല. നമ്മൾ തിന്മ പ്രവർത്തിച്ചാൽ അതിൻ്റെ തിക്തഫലങ്ങൾ നമ്മൾ അനുഭവിക്കണം. നന്മ പ്രവർത്തിച്ചാൽ അതിൻ്റെ നല്ല ഫലങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുക, റോമാക്കാർക്ക് ലേഖനം 2-ാം അധ്യായം 9-ാം തിരുവചനം, തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും, ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും, ക്ലേശവും ദുരിതവും ഉണ്ടാകും. അപ്പോൾ തിന്മയ്ക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് പൗലോസ് തരിക. തിന്മയ്ക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് പൗലോസ് തരുമ്പോൾ അത് നന്മ ചെയ്ത് മുന്നേറുവാനുള്ള അതിശക്തമായ ആഹ്വാനമാണ്. പ്രിയപ്പെട്ടവരെ, ഈ തിന്മയുടെ ഫലങ്ങൾ എന്ന് പറയുന്നത് വളരെ ഭയാനകമാണ്. തിന്മ പുറപ്പെടുവിക്കുന്ന ശക്തികൾ മനുഷ്യനെ വിവിധ രൂപങ്ങളിലും പാപങ്ങളിലും എപ്പോഴും സദാസമയവും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് പൗലോസ് ശക്തമായ മുന്നറിയിപ്പ് തരുന്നുണ്ട്. റോമാക്കാർക്ക് ലേഖനം 2-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളിലാം കാണാൻ സാധിക്കുക. പ്രകാരം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മുന്നറിയിപ്പായിട്ട് പറയുന്നുണ്ട്, അല്ലയോ മനുഷ്യ, നീ ആര് തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ഒരു ന്യായീകരണവുമില്ല. അവരെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു. അപ്രകാരം പ്രവർത്തിക്കുന്നവരുടെ മേലുള്ള ദൈവത്തിൻ്റെ വിധി ന്യായയുക്തമാണെന്ന് നമുക്കറിയാം. ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ വിധിക്കുകയും എന്നാൽ അവ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമെന്ന് നീ വിചാരിക്കുന്നുവോ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രിയ സഹോദരങ്ങളെ, ഓരോ വിധിക്കും വിധിക്കുന്നവൻ്റെ മേൽ ഒരു വിധി അന്തർലീനമാണ്. അതായത് വിധിക്ക് ഒരു സ്വയം വ്യാപ്തിയുണ്ട്. അതുകൊണ്ടാണ് വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്നു കിട്ടുമെന്ന് ഈശോ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുക. അപ്പോൾ ഒരു വ്യക്തി എത്ര ഉന്നതനായിക്കോട്ടെ, ഒരു വ്യക്തി എത്ര ഉന്നതനായാലും അതിന് അനുമാദികമായി അയാളുടെ ചുമതലകളും ഉത്തരവാദിത്വങ്ങളും ഗൗരവമായിട്ട് കണക്കിലെടുക്കണം. അഹങ്കാരത്തോടെ സംസാരിച്ച പീലാത്തോസിനോട് ഈശോ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 10-11 തിരുവചനങ്ങളിലാണ് അത് പറഞ്ഞു വെച്ചിരിക്കുക. പ്രകാരം പറയുന്നുണ്ട്, നിന്നെ സ്വതന്ത്രനാക്കാനും ക്രൂശിക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? അപ്പൊ യേശു പ്രതിവചിക്കുകയാണ്, ഉന്നതത്തിൽ നിന്നും നൽകപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഉന്നതത്തിൽ നിന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, യഹൂദരുടെ ഭാഷയിൽ ദൈവത്തിൻ്റെ പര്യായമാണ്. ദൈവമാണ് യഥാർത്ഥ വിധികർത്താവ് എന്ന യാഥാർത്ഥ്യം പീലാത്തോസിനെ ഈശോ അനുസ്മരിപ്പിക്കുകയാണ്. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈശോ നിരപരാധിയാണ് എന്ന് ബൈബിളിൽ പീലാത്തോസ് 5 പ്രാവശ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈശോ നിരപരാധിയാണ് എന്ന് പീലാത്തോസ് 5 പ്രാവശ്യം പ്രഖ്യാപിക്കുന്നതായിട്ട് ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ അവനിലൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടും സ്വാർത്ഥതയുടെ തലവറയിൽ കഴിഞ്ഞിരുന്ന ഭീരുവായ പീലാത്തോസ് തൻ്റെ മനസാക്ഷിക്ക് മുമ്പിൽ തിരശീല വീഴ്ത്തിക്കൊണ്ട് ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ഈശോയെ ക്രൂശിക്കുവാൻ വിട്ടുകൊടുക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വിധി മാത്രമാണ് സത്യസന്ധമായ വിധി. തൻ്റെ പിതാവിനോട് ചേർന്ന് അവിടുത്തെ പുത്രനായ ഈശോ വിധിക്കുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവൻ അവിടുത്തെ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് കേൾക്കാം. റോമാക്കാർക്ക് ലേഖനം 2-ാം അധ്യായം 19-21 വചനം കൂടി നമുക്കൊന്ന് ശ്രവിക്കാം. പ്രകാരമാണ് പറഞ്ഞു വെച്ചിരിക്കുക, ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും രൂപം നിയമത്തിൽ നിനക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് നീ അന്ധന്മാർക്ക് വഴികാട്ടിയും ഇരുട്ടിലായിരിക്കുന്നവർക്ക് വെളിച്ചവും അജ്ഞർക്ക് ഉപദേഷ്ടാവും കുട്ടികൾക്ക് അധ്യാപകനും ആണെന്ന് നിനക്ക് ഉറപ്പുണ്ട്. അങ്ങനെയെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന നീ നിന്നെ തന്നെ പഠിപ്പിക്കാത്തത് എന്ത് എന്ന് ഈശോ ചോദിക്കുക. മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ദേവാലയം കവർച്ച ചെയ്യുന്നുവോ? നിയമത്തിൽ അഭിമാനിക്കുന്ന നീ നിയമലംഘനം വഴി ദൈവത്തെ അപമാനിക്കുന്നുവോ എന്ന് ഈശോ ചോദിക്കുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ സൂക്ഷ്മമായ ഒരു ആത്മപരിശോധനയ്ക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് ബോധനവും ജീവിതവും തമ്മിലുള്ള വൈപരീത്യം പൗലോസ് ശ്ലീഹ എടുത്തു കാണിക്കുക.
പ്രിയപ്പെട്ടവരെ, റോമാക്കാർക്ക് ലേഖനം 8-28 കൂടി നമുക്കൊന്ന് ഓർക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതെ മുന്നേറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. തിന്മ പ്രവർത്തിച്ചാൽ അതിൻ്റെ തിക്തഫലങ്ങൾ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരും. ഓരോ വ്യക്തിയുടെയും അനുദിന ജീവിതത്തിലുള്ള ദൈവിക പ്രവർത്തനം തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നേറാൻ കഴിയണം. ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ അട്ടിമറിക്കാൻ മനുഷ്യന് ഒരിക്കലും സാധിക്കുകയില്ല. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വേശ്വരായ എന്നേക്കും. ആമേൻ.